കൃഷ്ണകുമാർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവരുടെ ഫാമിലി മൊത്തം നരേന്ദ്രമോദിയെ കണ്ട ഫോട്ടോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ നടക്കുമല്ലേ, ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തിന് സീറ്റ് കാണും എന്നുള്ള ഒരു പ്രതീക്ഷ. കാരണം ഇന്നലെ മുതലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ആയിരുന്നു ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തിന് സീറ്റ് എന്തായാലും കാണുമെന്നുള്ള രീതിയിലാണ്, സെൻട്രലിലാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് സീറ്റില്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പം മൂന്നാമത്തെ പട്ടിക ഇറക്കി വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സീറ്റും കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം രാവിലെ ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഈ ഫോട്ടോസുകളായിരുന്നു. എന്തിന് മോദിജി വരെ ആ കുട്ടിയായിട്ടുള്ള ഫോട്ടോസും കാര്യമൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം അറിയാമല്ലോ, BJP കാര്യങ്ങളൊക്കെ 10 വർഷം മുമ്പാന്ന് തോന്നി മക്കൾ തന്നെ പറയായിരുന്നു അച്ഛൻ നിന്നാൽ ഒരുപാട് ഗുണങ്ങൾ ജനങ്ങൾക്കുണ്ടാവും എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ഒരു കോമഡി പീസായിട്ട് മാത്രമേ ജനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പ്, 2 വർഷം മുമ്പ് ഇദ്ദേഹം ഇലക്ഷൻ്റെ പ്രചരണത്തിനിറങ്ങിയ സമയത്താണ് ഒരു ഒരു കോളേജിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ SFIക്കാർ ഭയങ്കര കൂവലും ബഹളവും അടി ഇടി തൊടിയൊക്കെ. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു, വേറെ ലെവലൊരു സ്പീച്ചായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വെച്ച് തരാം. ഓക്കെ, ഇന്നത്തെ ഫോട്ടോസ് ഇന്ന് സോഷ്യൽ മീഡിയ ഇന്ന് സത്യം പറഞ്ഞാൽ പാൻ ഇന്ത്യൻ റീച്ച് വേണമെങ്കിൽ ആ ഫാമിലിക്ക് കിട്ടിക്കാണും. പക്ഷേ സീറ്റ് ഇപ്പോൾ മൂന്നാമത്തെ പട്ടിക ഇറങ്ങിയിട്ട് പോലും അദ്ദേഹത്തിന് സീറ്റും കാര്യങ്ങളും ഇല്ല. നമുക്കെന്തായാലും വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോവാം. ഓക്കെ, BJP നടൻ കൃഷ്ണകുമാറിന്റെ പേര് പരിഗണനയിൽ വരികയാണ്. LDF നടൻ സുധീർ കരമനയെ മത്സരിപ്പിക്കുന്നതിനാലാണ് BJP മാറ്റം ആലോചിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ പേരിന് പകരമാണ് കൃഷ്ണകുമാറിന്റെ പേര് ഉയർന്നു വരുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, അല്പസമയം മുൻപ് കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു കുടുംബത്തോടൊപ്പം സന്ദർശിച്ചുള്ള ഫോട്ടോയും ഒരു കുറിപ്പൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു ഫേസ്ബുക്കിൽ. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ഇങ്ങനൊരു വാർത്ത കൂടി വരുന്നത്. ഏകദേശം ധാരണയായിട്ടുണ്ടോ കൃഷ്ണകുമാർ എത്തുമോ? ഇതുവരെ എത്തിയിട്ടില്ല. ഇന്ന് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന വരെ അദ്ദേഹം ഇപ്പൊ ഒരു 3:30 ആവുന്നുണ്ട്. ഇനി ഈ നിമിഷം വരെ അദ്ദേഹത്തിന് എടുത്തിട്ടില്ല. വിവേക് ഗോപരെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ ഒരു 3 മണിക്കൂർ മുമ്പുള്ള ന്യൂസാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു ന്യൂസും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പഴയ വീഡിയോ കൂടെ ഞാൻ വെച്ചുതരാം. ഇദ്ദേഹം അത്യാവശ്യം പണ്ട് ഞാനൊരു കോമഡി പീസായിട്ടാണ് കണ്ടത്. പക്ഷേ ആ ഒരു സ്പീച്ച് എനിക്ക് ശരിക്കും കൈയടിക്കാൻ പറ്റിയൊരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് ആ കോളേജിലാണ്. അത്യാവശ്യം അറിയാലോ, സോഷ്യൽ മീഡിയ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത്. കാരണം ഇവരുടെ സംസാര രീതി ശൈലിയൊന്നും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം മത്സരിക്കണം എന്നാഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടുക. കൃഷ്ണകുമാർ മത്സരിക്കണം എന്നാഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്കും കൂടെ ചെയ്ത് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തോ വീഡിയോയ്ക്ക്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. പക്ഷേ ചില നാടകീയ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ വൈകിട്ടാണ് LDF നടൻ സുധീർ കരമനയുടെ പേരിലേക്ക് എത്തുന്നത്. അതിന് പിന്നാലെയാണ് അതുവരെ BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ പേരാണ് തിരുവനന്തപുരത്ത് BJP തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ കൃഷ്ണകുമാർ ഫേസ്ബുക്കിൽ ഈ ഫോട്ടോ ഇട്ടത് മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ മക്കൾ 4 പേരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇന്നിപ്പോൾ അഹാനയെല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്നതിലും അഹാനയുടെ കാര്യം പറയുമ്പോഴാണ് ചില കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അഹാനയുടെ കല്യാണം വിളിക്കാൻ മോദിയെ കാണാൻ പോയത് എന്നുള്ള കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അറിയാലോ, സോഷ്യൽ മീഡിയയിലാകുമ്പോൾ പിന്നെ കമന്റ്സും പല രീതിയിലും പല വാർത്തകളും വരും. ഓക്കെ, ബാക്കി വെക്കാം. ഇന്ന് ദിസ് മോർണിംഗ് വിൽ റിമെയിൻ ഡീപ്ലി സ്പെഷ്യൽ എന്നതാണ്. അപ്പോൾ അതിൽ വിശദമായി തന്നെ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച, കുടുംബങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും അച്ഛന്റെ പ്രവർത്തനത്തിലൂടെ പ്രവർത്തന മികവിലൂടെ തങ്ങൾക്ക് കിട്ടിയ ഊഷ്മളമായ സ്വീകാര്യതയെ കുറിച്ചൊക്കെ ഈ മക്കളെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുമുണ്ട്. അപ്പൊ എന്തായാലും ഇതെല്ലാം ചേർത്ത് വായിക്കുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ BJP കേന്ദ്രങ്ങളുമായി സംസാരിക്കുമ്പോൾ മാറ്റം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നടൻ കൃഷ്ണകുമാറിന്റെ പേര് പരിഗണനയിൽ വന്നു, ചില നീക്കങ്ങളിലൂടെ വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കേണ്ട, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വേറൊരു ന്യൂസ് നിങ്ങൾക്ക് വെച്ചുതരാം. ഇത് രാവിലെ വന്ന ന്യൂസാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ കത്തുകയാണ്. ആ കുഞ്ഞിൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ ഒന്ന് കാണും 2 മണിക്കൂർ മുമ്പ്. എനിക്ക് തോന്നുന്നുണ്ട് ഇത്ര ലക്ഷത്തോളം വ്യൂസും ലൈക്ക് തന്നെ ഉണ്ട് ആ ഒരു വീഡിയോയ്ക്ക് തന്നെ. കൊച്ചിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പൊ വന്നൊരു ന്യൂസ് നോക്കാം. വൈശാഖാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. വൈശാഖ, എങ്ങനെയാണ് പട്ടിക? ആരൊക്കെ മത്സരിക്കുന്നു?
മൂന്നാം പട്ടിക 11 പേരുടേതാണ്. ഇതടക്കം ആകെ BJP ഇപ്പോൾ 97 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏറ്റവും പ്രധാനമായിരുന്നത് ഏറെ ചർച്ചകൾക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രലിൽ ശ്രീ കരമന ജയനെയാണ് BJP ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ ആ സെന്ററിൽ വേണ്ടത് കൃഷ്ണകുമാർ തന്നെ ആയിരുന്നു. സത്യമായിട്ട് പറഞ്ഞ കൃഷ്ണകുമാർ തന്നെ വേണം. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇലക്ഷൻ സമയത്ത് മാത്രം വന്നിട്ട് ഇങ്ങനെ കുറച്ച് കൊണ അടിച്ചിട്ട് അങ്ങ് പോകും, കുടുംബസഹിതം എന്നിങ്ങനെ പറയും. പക്ഷെ അങ്ങനല്ല. അന്നത്തെ ഒരു സ്പീച്ച് അത് സത്യം പറയാലോ, ആ ഒരു മനുഷ്യന് ടാലന്റും അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. പിന്നെ BJPയോട് എനിക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കൃഷ്ണകുമാറിനെ ഞാൻ കാണുന്നത്. ഉള്ള കാര്യം പറയാലോ, BJPയോട് ആർക്കും അങ്ങനെ വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പണ്ട് മുതലേ കോൺഗ്രസ് ഇങ്ങനെ തമ്മിലടിയാണ്, എല്ലാവരും BJPയിലോട്ട് പോകാമെന്ന്. ഇവിടുത്തെ കോൺഗ്രസിന്റെ തമ്മിലടി എന്ന് പറയാനുള്ള കൂടുതലും കാരണം ഇവിടുത്തെ ന്യൂസുകാരാണ്. ഉള്ള കാര്യം പറയാലോ, ഈ അടുത്ത സമയത്ത് ഈ ഒരാഴ്ച കൊണ്ട് വരുന്ന എല്ലാ ന്യൂസുകളും പച്ചക്കള്ളമായിരുന്നു. ഫേക്ക് ന്യൂസ് അടിച്ചു വിട്ട് കാണണം. മൊട്ട സുധാകരൻ പാർട്ടി വിട്ടു എന്നും പറഞ്ഞ് അറിയാത്ത കുറെ കാര്യങ്ങൾ വെറുതെ ഇരുന്ന് പറയുന്ന കുറെ നാറികളുണ്ട്. ഓക്കെ, എല്ലാവരും ഈ ഇതുപോലെ തന്നെ BJP പോയി അങ്ങനെ ഈ പറഞ്ഞു ഓരോ വ്യക്തികൾ പോയെങ്കിലേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. ഇരുമേട് ശ്രീ V രതീഷ്, പുതുപ്പള്ളി രവീന്ദ്രൻ, വാകത്താനം, മാവേലിക്കര സംവരണ മണ്ഡലത്തിൽ അജിമോൻ, അടൂരിൽ അതുപോലെ പന്തളം പ്രതാപൻ, ചവറയിൽ KR രാജേഷ്, ചടയമംഗലത്ത് RS അരുൺരാജ്, ചിറയൻകീഴ് BS അനൂപ്, അരുവിക്കര വിവേക് ഗോപൻ, കോവളത്ത് TN സുരേഷ്, നെയ്യാറ്റിൻകര S രാജശേഖരൻ നായർ എന്നിവരെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. ആകെ 97 പേരുടെ പട്ടിക. തിരുവനന്തപുരം സെൻട്രലിൽ നേരത്തെ തന്നെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ കരമന ജയനെ BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഏതായാലും BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് പൂർത്തിയായെന്ന് പ്രതീക്ഷിക്കാം. ആകെ 140 മണ്ഡലങ്ങളിൽ 97 മണ്ഡലങ്ങൾ BJPയും ബാക്കിയുള്ളത് BDJSനും 2020ക്കും ഒക്കെ ആയിട്ട് വീതിച്ച് നൽകിയതാണ്. ഏതായാലും BJPയുടെ മൂന്നാം പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നത്. കോൺഗ്രസ് വിട്ട BS അനൂപും RS അരുൺരാജും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതെ അമ്പിളി, എനിക്ക് ഇതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം തന്നെ നിൽക്കണമായിരുന്നു. അദ്ദേഹം കൂടെ നിന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഗുണം ഉണ്ടായാണ് BJPക്ക്. അത് പണ്ട് ഞാൻ ഒരു ന്യൂസിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, ഒരു കോളേജിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കുക. ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ, ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. ഇതിനകത്ത് SFIക്കാരോട് എനിക്ക് ദേഷ്യമുണ്ടോ? ഇല്ല. KSകാരുണ്ടോ? ഇല്ല. കാരണം എന്റെ മക്കൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നത് പോലും എനിക്കറിയില്ല. ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കുക മക്കളെ. ഒരിക്കലും ഈ അടിയും ഇടിയും കൊണ്ട് നടക്കില്ല. പിന്നെ തടയുന്നത് ഈ കോളേജിനകത്ത്, ഇത് ഭാരതത്തിനകത്ത്, കേരളത്തിനകത്ത്, കൊല്ലത്തകത്ത് കോളേജാണ്. ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല. വോട്ട് ചോദിക്കാൻ പാടില്ല നിയമമുണ്ടോ? ഇല്ല. ഇവിടുത്തെ മറ്റ് 2 സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതിൽ ശ്രീ മുകേഷ്, അദ്ദേഹം 2 തവണ വന്നു പോയിരിക്കുന്നു. ഏതെങ്കിലും ABVPക്കാർ തടഞ്ഞിട്ടുണ്ടോ? തടയാൻ മനസ്സിലാക്കണമെങ്കിൽ തടയരുത്. അവരെ സ്വീകരിക്കാൻ പോലും നമ്മൾ ഇവിടെ കൂടെ നിന്നേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും സ്വീകരിച്ച രാജ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ SFI മക്കളോട് പറയാം, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ എല്ലാവരും ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടുമായിരുന്നു. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം. ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും, ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മോനെ കൈയടിക്കേണ്ട ഒരു സാധനമായിരുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് അവിടെ ഇവിടെയും ചില ചവറ് സംസാരങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നല്ലൊരു ഫാമിലി മാനാണ്. പിന്നെ ഇയാൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഒരു സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ ഒരു യൂട്യൂബർ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇവരുടെ OBOC ബിസിനസ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അനന്ത് കറക്റ്റ് കാര്യങ്ങൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും പുറത്തു വിടുകയും ചെയ്തപ്പോൾ അത് അവർക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഫാമിലിയിലോട്ട് പോലീസിനെ പറഞ്ഞു വിട്ടത് ഈ പുള്ളിക്കാരനായിരുന്നു. ന്യായം പുള്ളിയുടെ ഭാഗത്താണെന്ന് അവിടെ പോലീസുകാരും വരെ വീട്ടിൽ വന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഹോൾഡിന്റെ പണത്തിന്റെയും പിന്നെ ഹോൾഡിന്റെ ഒക്കെ കുറച്ച് അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ പുള്ളി അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം സ്വന്തം മകൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഇടപെട്ടതായിരിക്കുക, പക്ഷെ ന്യായത്തിന്റെ കൂടെ നിൽക്കുക. ഈ ഒരു സംസാരം, ഈ ഒരു സ്പീച്ച് അന്ന് കൈയടിക്കേണ്ട ഒരു കേസ് കേട്ടായിരുന്നു. ഞാൻ അംഗീകരിച്ചൊരു സംഭവമായിരുന്നു. ബാക്കി കൂടെ ഞാൻ വെച്ചുതരാം. ഈ കോളേജിൽ എന്നെ തടയുന്നു. എവിടെയോ കിടക്കുന്ന ചെകുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു. ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു. ഇത് എവിടത്തെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത്? മക്കളെ, ഒന്നുകൂടി ആലോചിക്കണം. നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. നിങ്ങൾ തടയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ്.
ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പ്രായം പോലുമില്ല, നിങ്ങളെല്ലാം 16-17. മോദി എന്നൊന്നും പറയണ്ട കേട്ടോ, അതിനോടൊന്നും ഞാൻ വലിയ സപ്പോർട്ടൊന്നുമില്ല കേട്ടോ. അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. നോർത്തിലൊക്കെ ഞാൻ പോയി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ റോഡിൻ്റെ കുറേയൊക്കെ വികസനങ്ങൾ മാത്രമേ ഹൈവേയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങളൊക്കെ ജനങ്ങൾ കാണിക്കുന്ന രീതികൾ, അവിടുത്തെ തോന്നിവാസങ്ങൾ, അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് വേറെ കാര്യം. വയസ്സായിരിക്കണം, അല്ലെങ്കിൽ 18-20 ആയിരിക്കണം. എനിക്ക് 55 വയസ്സുള്ള വ്യക്തിയാണ്. 55 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് കണ്ടതാണ്. എന്റെ അച്ഛനും അമ്മയും, അതായത് മുൻ തലമുറ, ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടു പോയവരാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പീച്ച് അടിപൊളിയായിരുന്നു. ഇദ്ദേഹം തന്നെ നിന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമായിരുന്നെങ്കിൽ. കാരണം സുരേഷ് ഗോപിയുടെ തന്നെ കണ്ടില്ലേ, എത്ര വട്ടം 3-4 വട്ടമൊക്കെ നിന്ന് സിമ്പതി കൊണ്ടിട്ടാണെങ്കിലും പുള്ളി ജയിച്ചു. അവസാനം ഒരു ഗുണമില്ല. പക്ഷെ ഇദ്ദേഹത്തിനെ കൊണ്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സ് പറയുന്നു. കാരണം പുള്ളിയുടെ ഈ ഒരു അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനകത്ത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബീഫിനെ കുറിച്ച് പറയുന്നത് ഞാൻ കഴിക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ. എന്തായാലും അദ്ദേഹത്തിന് ഇതുവരെ സീറ്റ് കിട്ടിയിട്ടില്ല ഈ നിമിഷം വരെ. ഇനി എന്താ സംഭവിക്കുന്നത്, ഇനി കൃഷ്ണകുമാർ പാർട്ടി മാറുമോ എന്തോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.